ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ച നമ്മുടെ ഹീറോയുടെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ ഇപ്പോ സിറ്റിയിൽ ജോലി കിട്ടിയത് കൊണ്ട് അവന്റെ ചേട്ടത്തിയുടെ വീട്ടിൽ താമസിച്ച് അവൻ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് സിറ്റിക്ക് പോകുന്നു. ജോലിയിൽ ചേർന്ന ഹീറോ അവന്റെ ബോസ് ആയിട്ടിരിക്കുന്ന ഈ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു. ഈ പെണ്ണിനാണെങ്കിൽ നോൺ വെജ് മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ ഇവന്റെ ഫാമിലിയിൽ നോൺ വെജ് എന്ന് പറയുന്നത് തന്നെ ഒരു അലർജി ആയിട്ടാണ് അവർ കാണുന്നത്. ഈ പെണ്ണിനെ അവന് ഒത്തിരി ഇഷ്ടമായത് കൊണ്ട് അവളോട് അവൻ പ്രൊപ്പോസും ചെയ്യുന്നു. പക്ഷെ ആ പെണ്ണ് അവനോട് അവളുടെ ശരീരത്തിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് അവളുടെ ഡോക്ടർ അവളെ കൊണ്ട് പ്രഗ്നന്റ് ആകാൻ കഴിയില്ലെന്ന് പറഞ്ഞതായിട്ട് അവനോട് പറയുന്നു. പക്ഷേ ഹീറോ എന്റെ ലവ് ട്രൂ ആണ്, എനിക്കിതൊക്കെ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യുന്നു. എന്നിട്ട് ഹീറോയുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞ് തീർച്ചയായിട്ടും അവന്റെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കൂല്ലെന്ന് മനസ്സിലാക്കിയ ഹീറോ ഫ്യൂച്ചറിൽ ആ പെണ്ണിനെ കുട്ടികളില്ലെന്നും പറഞ്ഞ് ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ട്സിനോട് ഐഡിയ ചോദിക്കുന്നു. അന്നേരം ആ ഗ്രൂപ്പിലുള്ള ഒരു ഡോക്ടർ ഫ്രണ്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ ഇഞ്ചുറി ഉണ്ടായി, അതുകൊണ്ട് അവന് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ആ ഡോക്ടർ ഫ്രണ്ടിനെ കൊണ്ട് അവൻ പറയിപ്പിക്കുന്നു. ഇത് കേട്ട ഹീറോയുടെ അമ്മയ്ക്ക് ഒത്തിരി വിഷമമാകുന്നു. എന്നിട്ട് എങ്ങനെയും മകന്റെ കല്യാണം നടത്തണമെന്ന് ചിന്തിച്ച ഹീറോയുടെ അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞ് പെണ്ണ് അന്വേഷിക്കുന്നു. പക്ഷെ ആരും അവന് പെണ്ണ് കൊടുക്കുന്നില്ല. ഈ ചാൻസ് കളയാതിരിക്കാൻ വേണ്ടിട്ട് ഹീറോ എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പെണ്ണിന് എന്റെ മേളില് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അവള് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് വേണ്ട എന്ന് അവൻ അവന്റെ അമ്മയോട് പറയുന്നു. അത് കേട്ട അവന്റെ അമ്മ, നിനക്ക് ഈ ലോകത്തിന് പെണ്ണില്ലെന്നോർത്ത് ഞങ്ങൾ ഇരുന്ന സമയത്ത് ദൈവമായിട്ട് കൊണ്ടുവന്ന ആലോചനയാണെന്നാ തോന്നുന്നത്, ഇതെന്നും പറഞ്ഞ് ആ പെണ്ണിന് തന്നെ അവന്റെ അമ്മ ഓക്കെ പറയുന്നു. ഹീറോ എങ്ങനെയോ നുണകളൊക്കെ പറഞ്ഞ് അമ്മേനെ കൺവിൻസും ചെയ്ത് കല്യാണവും കഴിക്കുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയോ ഹീറോയിന്റെ അളിയൻ മനസ്സിലാക്കുന്നു. ഹീറോയ്ക്കും ഹീറോയുടെ അളിയനും ഏത് സമയം വഴക്കുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെയും പുറത്തു കൊണ്ടുവരണമെന്ന് അളിയൻ ചിന്തിക്കുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോ മാരേജ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഹീറോയുടെ അമ്മ അവര് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിലേക്ക് വരുന്നു. അന്നേരം പെട്ടെന്ന് ഹീറോ അവിടെ കിടന്ന തിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ആ പെണ്ണ് ഉറങ്ങി എണീറ്റ് മോഡേൺ ഡ്രസ്സിൽ വന്ന് നിൽക്കുന്നു. ഹീറോയുടെ അമ്മയാണെങ്കിൽ ഷോക്കായിട്ട് നോക്കിയിരിക്കുന്നു. എന്നിട്ട് ഈ പെണ്ണ് നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നതും പിന്നെ ആമ്പിള്ളേരെയൊക്കെ കൂടെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ കണ്ടിട്ട് ഈ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ ആ പെണ്ണിനോട് തുറന്നു പറഞ്ഞ് അവൾക്ക് അഡ്വൈസ് ചെയ്യാമെന്ന് ഓർക്കുന്നു. പക്ഷെ ആ സമയത്ത് ആ പെണ്ണ് ബോധം കെട്ട് വീഴുന്നു. അതുകൊണ്ട് ആ പെണ്ണിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചേർക്കുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ആ പെണ്ണ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുവാന്നുള്ള കാര്യം. സ്റ്റാർട്ടിങ്ങിൽ അമ്മ ഹാപ്പി ആകുന്നു. പക്ഷെ അമ്മയുടെ മകന് ഈ പ്രശ്നമുള്ളത് കൊണ്ട് ആ പെണ്ണിന്റെ മേളിൽ അമ്മയ്ക്ക് ഡൗട്ട് വരുന്നു. അതുകൊണ്ട് ഈ കാര്യം അമ്മ അവരോട് പറയാതെ ഇരിക്കുന്നു. എന്നിട്ട് ആ പെണ്ണിനെ എങ്ങനെയും മകന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഏത് സമയം ആ പെണ്ണിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ പെണ്ണിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇത് എന്റെ വീടാണ്, എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ആദ്യം ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. നീ എന്തിനാ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച ഹീറോയോടും നീ നിന്റെ അമ്മയുടെ കൂടെ ഇറങ്ങി പുറത്തു പോകുന്നു പറഞ്ഞ് വഴക്കൂടുന്നു. എന്നിട്ട് ഈ അമ്മായിമ്മയുടെയും മകളുടെയും പ്രശ്നം കാരണം ഇവര് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാമെന്ന് തീരുമാനമെടുക്കുന്നു. ഹീറോയിന് ഒത്തിരി അസ്വസ്ഥത തോന്നിയത് കൊണ്ട് ആശുപത്രിയിൽ ചെന്ന് ചെക്കപ്പ് ചെയ്യുന്നു. അന്നേരമാണ് മനസ്സിലാകുന്ന ഹീറോയിൻ 4 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുവാന്നുള്ളത്. ഹീറോയോട് ഈ കാര്യം പറയണമെന്ന് ഹീറോയിൻ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നു. അത് കണ്ടേ പിന്നെ അവള് ഈ കാര്യം അവനോട് പറയരുതെന്ന് ചിന്തിക്കുന്നു. അവളുടെ ഫ്രണ്ട് അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന കാര്യം ഹീറോയോട് പറയുന്നു. ഇതറിഞ്ഞ ഹീറോ ഒത്തിരി സന്തോഷപ്പെട്ടിട്ട് ഹീറോയിനെ കാണാൻ വേണ്ടിട്ട് വരുന്നു. എന്തോരം ട്രൈ ചെയ്തിട്ടും അവൾ അവനോട് സംസാരിക്കാത്തത് കൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. എന്നിട്ട് അമ്മേനെ വിളിച്ചോണ്ട് ചെന്ന് കൺവിൻസ് ചെയ്യാമെന്നോർത്ത് അമ്മയുടെ അടുത്ത് ചെന്ന് അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന കാര്യം അവന്റെ അമ്മയോട് അവൻ പറയുന്നു. അതിനമ്മ, നിനക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ അവള് പ്രഗ്നന്റ് ആയെന്നും പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. അവന്റെ ഫ്രണ്ടിനെ എങ്ങനെയും വിളിച്ചോണ്ട് വന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നോർത്ത് അങ്ങോട്ട് ചെന്നപ്പോ അവന്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് അവൻ കോമ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നു. ഇപ്പൊ അമ്മേനെയും കൺവിൻസ് ചെയ്യാൻ കഴിയാതെ വൈഫിനെയും കൺവിൻസ് ചെയ്യാൻ കഴിയാതെ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നു. എന്നിട്ട് അവൻ അമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. പക്ഷെ അമ്മ അത് വിശ്വസിക്കുന്നില്ല. മകന്റെ ഇരിപ്പ് കണ്ടിട്ട് മകന് വേണ്ടിയിട്ട് ശരി ഞാൻ വന്ന് സംസാരിക്കാം അവളോടെന്ന് പറയുന്നു. ഈ സമയത്താണെങ്കിൽ ഈ ഹീറോയുടെ അളിയൻ ഇവർക്ക് തമ്മിൽ വഴക്കധികമാകാൻ വേണ്ടിയിട്ട് അവൻ കുട്ടികൾ ഉണ്ടാകില്ലെന്ന് നുണ പറഞ്ഞാണ് നിന്നെ കല്യാണം കഴിച്ചത് എന്ന് അവളോട് പറയുന്നു. ഇവരെ പിരിക്കാൻ വേണ്ടിയിട്ടാ സത്യത്തിൽ ഇവനിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴാണ് ഹീറോയിൻ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് രണ്ടുപേരും അറിയുന്നു. അങ്ങനെ ഇവിടെ ഇവരെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു. ഇപ്പൊ കോമയിലിരിക്കുന്ന ഈ ഫ്രണ്ടിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഷോക്കായിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഈ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഹീറോയുടെ ചേച്ചിയുമായിട്ട് ഈ ഡോക്ടർ വൺ സൈഡ് ആയിട്ട് ലവിലായിരുന്നു. ഇപ്പൊ ആ ചേച്ചിയുടെ ഭർത്താവ് ആ
ചേച്ചിനെ ഡിവോഴ്സ് ചെയ്തു, ഇനി എന്റെ ചേച്ചിയുടെ ജീവിതം പോയി, ഇനി എന്റെ ചേച്ചിനെ ആര് കല്യാണം കഴിക്കും എന്നൊക്കെ ഇവര് പറയുന്നത് കേട്ട ഉടനെ ഇവൻ ചാടി എണീറ്റ് ഞാനുണ്ട്, ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നു.